സർ പറഞ്ഞു അറ്റ്ലസ് ഇപ്പോൾ ജനറിക് ആയിട്ടുള്ള കോട്ടുകൾ അങ്ങനെയല്ല, ജനറിക് റെക്കമെൻഡേഷൻസ് നമ്മളിപ്പോൾ ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് കസ്റ്റമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാലും ബേസിക്കലി നമ്മളിപ്പോൾ ഒരു വീട് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കപ്പിൾ ഓഫ് തിങ്സ് ലൈക്ക് ഇന്ന കാര്യങ്ങൾ എന്തായാലും നോക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ, നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ സർ? സജഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം മെറ്റീരിയൽ സെലക്ഷനാണ്. അതിൽ ഒരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യരുത്. ഡിസൈൻ സെക്കൻഡറി. ഡിസൈൻ നമുക്ക് ഇപ്പോൾ ഡിസൈന് ഒരുപാട് AI സോഫ്റ്റ്വെയർസ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് തരും. പക്ഷേ മെറ്റീരിയൽ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ ഒരു കൺജഷൻ ഫീൽ ആക്കരുത്. വീടെല്ലാം കൂടി ചെയ്തിട്ട് ഇപ്പോൾ അറ്റ്ലസ് ഞാൻ എപ്പോഴും പറയും എൻ്റെ ഡിസൈനേഴ്സിൻ്റെ എന്താ പറയുക കരവിരുതോ ഇതാവരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ ഒരു ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇവിടെ സജസ്റ്റ് ചെയ്യുക. കാരണം ഞങ്ങൾക്ക് മോഡ്യൂൾസ് എല്ലാം ഇവിടെ അടിച്ച് കയറ്റിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടത് ഒരു വിശാലത എപ്പോഴും വീടിന് വേണം, ലൈറ്റ് തീംസ് വേണം നിങ്ങൾ പ്രിഫർ ചെയ്യാൻ. ഒരിക്കലും ഡാർക്കിലൊന്നും പോകരുത്. കാരണം അതൊക്കെ 1-2 ദിവസമൊക്കെ നമുക്ക് രസമുണ്ടാവും. പിന്നെ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ എപ്പോഴും വേണ്ടത്. പിന്നെ ഒരു വിശാലത ഓപ്പൺ ഹൗസ്